ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം കേട്ടോ. ഞാൻ ജോയി പുറത്തുകാരൻ. അങ്ങനെ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, കല്യാണം കഴിഞ്ഞ് നേരെ കൊടകര വെച്ച് പിടിച്ചു. കൊടകര അമ്പായിരുന്നു. അങ്ങനെ കൊടകര അമ്പ് അത്ര വലിയ മനോഹരം എന്ന് പറയാനില്ല, ജനക്കൂട്ടത്തിൽ കുറവായിരുന്നു. പക്ഷേ പള്ളിയിലെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് അത് സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. പള്ളിയിലെ ലൈറ്റ് അറേഞ്ച്മെൻറ്റൊക്കെ ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംഭവം നമ്മളൊരു സിനിമ കാണുന്നത് പോലെയാണ് പള്ളിയിലെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്. വളരെ മനോഹരമായിരുന്നു. നമുക്ക് കണ്ടു നിന്നുണ്ടെങ്കിൽ നോക്കി കണ്ണെടുക്കാൻ തോന്നില്ല, അത്ര ഡിസൈനിലാണ്. നമ്മൾ എത്ര സമയം എന്ന് പറഞ്ഞിട്ട് നോക്കി നിൽക്കുക, എത്ര സമയം നിന്നാലും കണ്ണിന് ഇത് വരില്ല, കണ്ടും മതിയാവില്ല. അത്രയും ലൈറ്റ് അറേഞ്ച്മെൻറ്റും അത്ര രസമാണ് കാണാനായിട്ട്. ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. സെയിം നമ്മളൊരു സിനിമ കാണുമ്പോഴാണ്. കുറേ നേരമൊക്കെ നോക്കി നിന്നു. പിന്നെ അമ്പിന് പൊതുവെ ജനങ്ങൾ കുറവായിരുന്നോ എന്ന് എനിക്കൊരു സംശയം. ഒരുപാട് നമ്മുടെ വേലുപ്പാടത്തിൻ്റെ അത്രയൊന്നും ജനങ്ങളെ കണ്ടില്ല. എന്തായിരുന്നാലും ഞാനവിടെ അന്വേഷിച്ചു, എന്ത് പറ്റി അമ്പിന് ആൾ കുറവാണല്ലോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇവിടെ അങ്ങാടിയമ്പാണ് ഫേമസ്, തിങ്കളാഴ്ചയാണ് കാണേണ്ടത്, തിങ്കളാഴ്ച പൊരിക്കുമെന്ന് പറഞ്ഞു. അപ്പം നാളെയാണ് തിങ്കളാഴ്ച. എന്തായിരുന്നാലും നാളത്തെ ഒരു ദിവസം, നാളെ വൈകുന്നേരം ആവണേ എന്ന് ആഗ്രഹിച്ചിരിക്കുകയാണ്. നാളത്തെ അങ്ങാടിയമ്പും കൂടെ ഇത് കവർ ചെയ്യണം കേട്ടോ. ഓക്കെ, ഇനി ഞങ്ങൾ നാളത്തെ അങ്ങാടിയമ്പ് കഴിഞ്ഞാൽ പിന്നെ മുപ്പിളിയമ്പ് വരെ വെയിറ്റ് ചെയ്യാണ്. മുപ്പിളിയമ്പ് നമ്മൾ ലൈവായിട്ട് നമ്മൾ ഇടാനുള്ള പരിശ്രമത്തിലാണ്. പിന്നെ ഞാൻ മൊബൈലിലാണ് ഷൂട്ട് ചെയ്യണത്. മൊബൈലിൽ നമുക്ക് ഡാറ്റയ്ക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ കല്യാണ ഫംഗ്ഷനോ അല്ലെങ്കിൽ ലൈവ് പ്രോഗ്രാം ഇടുന്ന പോലെ ഒത്തിരി ലെങ്ത്തിൽ ഇടാൻ പറ്റാൻ സാധ്യതയില്ല. പക്ഷെ അതിന് വേണ്ട പോംവഴി എന്താണെന്ന് ഞാൻ ആലോചിച്ച് ഡാറ്റ, അഡീഷണൽ ഡാറ്റ കയറ്റാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ദിവസത്തേക്ക് വേണ്ടി അഡീഷണൽ ഡാറ്റ കയറ്റാൻ പറ്റുമെന്ന് അന്വേഷിച്ചിട്ട് വേണം. എന്തായിരുന്നാലും മുപ്പിളിയും പെരുന്നാൾ 25-26 ആണ്. മുപ്പിളിയും പെരുന്നാളിൻ്റെ 25-ാം തീയതിയിലത്തെ പ്രോഗ്രാമും 26-ാം തീയതിയിലത്തെ പ്രോഗ്രാമും ലൈവാണ്. ഇടാൻ പറ്റിയ ലൈവ് ഇടുന്നുണ്ട്, ലൈവ് ഇടാൻ പറ്റിയില്ലെങ്കിൽ വീഡിയോ തന്നെ ഇടുന്നുണ്ട്. ഇപ്പം നമ്മളുടെ നാട്ടിലുള്ളവരൊക്കെ ഇത് കേൾക്കുന്നവർ വിചാരിക്കും, ഓ മുപ്പിളിയും പെരുന്നാൾ നീ പെരുന്നാളും അമ്പൊക്കെ ലൈവ് ഇടണത് ഞങ്ങൾ കാണാത്ത പ്രോഗ്രാമൊന്നും അല്ലല്ലോ എന്ന്. പക്ഷേ ഇത് നമ്മുടെ നാട്ടിൽ നിൽക്കുന്നവർക്കല്ല ഇത് കാണാൻ കൂടുതൽ ഹരം തോന്നുന്നത്. ഞാനും ഒരുപാട് നാൾ പ്രവാസിയായിരുന്നു. പുറം ലോകത്തുള്ളവർക്കാണ്, നമ്മുടെ നാട് വിട്ട് പുറത്ത് താമസിക്കുന്നവരൊക്കെയാണ് നമ്മുടെ നാട്ടിലെ ഓരോ പ്രോഗ്രാമുകൾ കാണുമ്പോൾ അതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ കഴിയുക. ഞാനൊക്കെ നേരം വെളുത്ത് എണീക്കുമ്പോൾ മൊബൈൽ നോക്കിയിട്ട് ആദ്യം എണീക്കുക, ഒന്ന് കുരിശ് വരച്ച് മൊബൈൽ എടുക്കുമ്പോൾ തന്നെ മുപ്പിളിയത്ത് ആര് ജനിച്ചാലും ആര് മരിച്ചാലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മഴ പെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ കല്ലേലി ജോയേട്ടൻ്റെ വീഡിയോ ഉണ്ടാവും. കല്ലേലി ജോയേട്ടൻ്റെ വീഡിയോസ് അല്ല, കൂടുതൽ ഫോട്ടോസ് ഉണ്ടാവും. ഫോട്ടോസ് കാണുമ്പോൾ തന്നെ ഞാൻ വീട്ടിലേക്ക് വിളിക്കും, ബിന്ദു ഇന്നടത്ത ആൾ മരിച്ചല്ലടി എന്ന് പറയും. അപ്പോൾ പറയും, മരിച്ചാ? ഇന്നലെ വൈകുന്നേരം വരെ ഞാൻ കണ്ടതാണല്ലോ, അല്ലെങ്കിൽ ഇന്നലെ കണ്ടതാണല്ലോ എന്നൊക്കെ പറയാറുണ്ട്. അതായത് മുപ്പിളിയത്തെ പ്രോഗ്രാം മുപ്പിളിയങ്കാർ അറിയുന്നതിന് മുന്നേ ഞങ്ങൾ ഗൾഫിലുള്ളവർ അറിയും. അത് ഈ ജോയേട്ടനെ പോലെയുള്ളവരോ അല്ലെങ്കിൽ ആരെങ്കിലും വീഡിയോയോ ഫോട്ടോയോ ഷെയർ ചെയ്യുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. നമ്മുടെ കുടുംബക്കാരോട് നമ്മൾ പറഞ്ഞിട്ടാണ് കുടുംബക്കാരറിയുന്നത്. അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അങ്ങനെ പള്ളിയുടെ അഹം ഒക്കെ കണ്ടു, മനോഹരമായി. പതിവ് പോലെ തന്നെ ബിന്ദുവിന് ഒരു പൊരിയും ഒരു ഐസ്ക്രീമും മേടിച്ചു കൊടുത്ത് ഞങ്ങൾ പോകുന്നു. ഇനി അടുത്ത പ്രോഗ്രാം തിങ്കളാഴ്ച, പരമാവധി തിങ്കളാഴ്ച കവർ ചെയ്യണം. തിങ്കളാഴ്ച മുപ്പിളിയമ്പ് എന്തായിരുന്നാലും 25-26 ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും കേട്ടോ.